നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകൾ 20-ാം മണിക്കൂർ. കുട്ടികൾക്കെതിരായിട്ടുള്ള ക്രൂരത അത് പല വിധത്തിലാണ്. സ്വന്തം വീട്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്ന്, ഒരുപക്ഷെ മതപഠന കേന്ദ്രങ്ങളിൽ നിന്ന്. ഇത്തരം ചില സംഭവങ്ങളുമായാണ് 20th അവർ എത്തുന്നത്. സ്വാഗതമൊരുക്കുന്നത്. നാരങ്ങ പറിച്ചതിന് 12കാരനെ തല്ലിക്കൊന്നു. 12 പേർ അറസ്റ്റിൽ. വലിയ പ്രതിഷേധവുമായി നാട്ടുകാർ. ഒരു നാരങ്ങ പറിച്ചതിനാണ് 12 വയസ്സുകാരുടെ ജീവൻ അവരെടുത്തത്. ബീഹാറിലെ നളന്ദ ജില്ലയിലുള്ള സക്ര ഗ്രാമത്തിലാണ് ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകം. ശുഭം കുമാർ എന്ന 12 വയസ്സുകാരനാണ് ഇങ്ങനെ ജീവൻ നഷ്ടമായത്. ഈ സംഭവത്തിന് പിന്നാലെ കുട്ടിയുടെ മൃതദേഹവുമായി ആ നാട്ടുകാർ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. ഇതേ തുടർന്ന് സമ്മർദ്ദത്തിലായ പോലീസ് ഒടുവിൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത്? ചൊവ്വാഴ്ചയാണ് ആ സംഭവം മുഴുവൻ നടക്കുന്നത്. ആ നാടിനെ നടുക്കിയ കൊലപാതകം. വീടിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശുഭം എന്ന ആ 12കാരൻ. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു നാരകത്തിൽ നിന്ന് ഒരു നാരങ്ങ താഴെ വീണു. കളിച്ചുകൊണ്ടിരുന്ന കുട്ടി ആ നാരങ്ങ വീഴുന്നത് കണ്ടു. അവനതെടുത്തു. ഇത് കണ്ട ആ അയൽവാസി, ആ വീട്ടുടമ, അനുവാദം കൂടാതെ ആ നാരങ്ങ പറിച്ചെടുത്തു എന്നാരോപിച്ചാണ് ഏതാണ്ട് 12 പേരോളം കൂട്ടിച്ചേർന്ന് ശുഭമനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. എന്നാൽ ആ നാരങ്ങ താഴെ വീണതാണ് എന്നും കുട്ടിയോട് കാര്യങ്ങളൊന്നും ചോദിച്ചു മനസ്സിലാക്കാതെ വെറും സംശയത്തിന്റെ പേരിലുള്ള കൊലപാതകമാണെന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. लेमू क्या था? लेमू नहीं भी बिकता है बाजार में, काजी लेमू। वही लेमू बच्चा तोड़ने थी, कौची खाए खेल रहा था, गोली वहाँ से वो लेमू गिरा था, बच्चा उठा लिया। उठाने के बाद उसको चाहिए सर कि हम बच्चा किसको जुर्माना लेता, लेमू तोड़ लिया था। तो आप लेमू खाए बच्चा को मारा, 2 हथों लाठी बच्चा को मार दिया सर। जानकारी यही मिला, ये खेलते खेलते कोई लड़का था, लड़का हुआ तब वो करके लेकर चला गया अंदर। समझिए, जमान आदमी उसको बच्चा जो मर्डर हुआ है, जिसको मर्डर हुआ है उसको जब घिसिया के लेके अंदर में जाके 3-4 गो मार के यहाँ पे फेंक दिया। काहे लगी? यही थोड़ा सा लेमू है, वही गिरल था, वही चुन रहा था। उसी के कारण में अच्छा, गांव में रोड़ेबाजी भी हुआ था? हाँ, रोड़ाबाजी हुआ, दरोगा चलवाया जानबूझ का। अंदर से मिला हुआ है, मियाँ से मिला हुआ है। സംഭവത്തിന് പിന്നാലെ പ്രകോപിതരായി ആ നാട്ടിലെ ജനങ്ങൾ. അവർ സംഘടിച്ചു. എന്നിട്ട് മൃതദേഹവുമായി അവർ പ്രകടനം നടത്തുകയും ചെയ്തു. സ്ഥിതി കൂടുതൽ വഷളായതോടെ പോലീസ് സാഹചര്യം മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ നീക്കി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. ഈ വിഷയത്തിൽ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു. പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത്. എന്താണേലും അറസ്റ്റ് രേഖപ്പെടുത്താതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള നിലപാടിലായിരുന്നു ജനങ്ങൾ. അങ്ങനെ ബലം പ്രയോഗിച്ച് പോലീസ് ഒടുവിൽ ആ പ്രതിഷേധക്കാരെ പിരിച്ചുവിടുകയായിരുന്നു. അവിടുത്തെ പ്രതിഷേധം ഇനിയും അവസാനിച്ചിട്ടില്ല. वही देख रहा हूँ कि वो लड़का आया था यहाँ पे, खेलते खेलते आया था। वो लेम्बू, वो बालक है, वो नौबालक है, वो बालक हो के वो बालक को मारा। वो बालक वो बहुत उम्रदार था, वो जिसने मारा उसका। तो उसकी पीठ पर क्या हत्या किया गया? यहाँ मारा है। अच्छा, गर्दन पे मारा वो। अच्छा, तो पुलिस आई थी यहाँ? हाँ, पुलिस आया, बहुत सारा। कितना पुलिस होगा? करीब 150 पुलिस है। 150 पुलिस। अच्छा, यहाँ रोड़ेबाजी भी हुआ था? रोड़ेबाजी हल्का फल्का वो दरोगा ने करवाया तो। अच्छा, तो लाठीचार्ज भी हुआ? हाँ, लाठीचार्ज किया। तो यहाँ पे बहुत लेडीज का भी मारा है। अच्छा अच्छा, तो रोड़ेबाजी में पुलिस को भी चोट लगा है? पुलिस का तो चोट नहीं लगा है। और उसका जो रिश्तेदार आया उसको भी मारा है। पुलिस लाठीचार्ज किया? हाँ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 12 പേരാണ് അറസ്റ്റിലായത്. ജില്ലാ മജിസ്ട്രേറ്റും ഉയർന്ന ഉദ്യോഗസ്ഥരുമൊക്കെ ആ സ്ഥലത്തെത്തി കാര്യങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നാണ് പോലീസ് പറയുന്നത്.
സമീപ പ്രദേശങ്ങളിൽ ഏതാണ്ട് 12 പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്. കാരണം അത്രമേൽ ഒരു കലുഷിതമായിട്ടുള്ള രംഗമാണ് ആ ഗ്രാമത്തിൽ. ആ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. അഞ്ചു മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ ചുമരിലേക്ക് എറിഞ്ഞുകൊന്നു. അച്ഛന്റെ ക്രൂരത മദ്യലഹരി. ഉത്തർപ്രദേശിലെ ഇറ്റാവ ജില്ലയിൽ നടന്ന സംഭവമാണ്. കുടുംബകലഹം. അതിനിടെയായിരുന്നു ആ അച്ഛന്റെ കൊടും ക്രൂരത. അമ്മയ്ക്കൊപ്പമായിരുന്ന 5 മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ ആ അച്ഛൻ ബലമായി പിടിച്ചെടുത്ത ശേഷമാണ് നേരെ ഭിത്തിയിലേക്ക് എറിയുന്നത്, വലിച്ചെറിയുന്നത്. ബിഹാരിപുര ഗ്രാമത്തിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. നാരായൺ എന്നാണ് ആ പ്രതിയുടെ, ആ പെൺകുഞ്ഞിന്റെ അച്ഛന്റെ പേര്. മദ്യപിച്ച് വീട്ടിലെത്തി ആ പ്രതി നാരായൺ ഭാര്യ മോഹിനിയുമായി വഴക്കിട്ടു. അങ്ങനെ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി, വലിയ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ 2 കുട്ടികളുണ്ട് അവർക്ക്, ഈ 5 മാസം പ്രായമുള്ള കുട്ടി ഉൾപ്പെടെ. അവർ ഉറങ്ങുകയായിരുന്നു. കുട്ടികൾ ഉറങ്ങുകയാണ്. ശബ്ദമുണ്ടാക്കി അവരെ ഉണർത്തരുത് എന്ന് മോഹിനി, അതായത് അവരുടെ അമ്മ പറഞ്ഞതാണത്രേ ആ പ്രതിയെ, നാരായൺ എന്ന അമദ്യപാനിയെ, അവളുടെ അച്ഛനെ പ്രകോപിപ്പിച്ചത്. क्या मामला हो गया? तलाक की धमकी देर रात फिसई फेंक दी। बिटिया फेंक दी? कहाँ फेंकी? दीवार में, हाथ में तो चढ़ा के फेंक दी थी। क्या बच्चे हैं? हम तो 3 बच्चे हैं, 2 बेटियां आती, 1 लड़का। तो अच्छा, बड़ा बच्चा कौन है? बस सबसे बड़ी बिटिया आएगी। अच्छा अच्छा अच्छा। पहले शादी कहाँ हुई थी? भाई घर में आती थी। अच्छा, पहले पति को छोड़ दिया था? नहीं, खत्म हो गए थे। अच्छा अच्छा। तो पहले का नाम क्या था? सतीश बाबू। सतीश बाबू। ये छोटा भाई है जिसको हो गई तुम? अच्छा अच्छा। कल किस बात पे विवाद हुआ था? कचू ने ऐसे पी के आए थे, सही मरे। अच्छा, क्या बजे की घटना है? ये लगभग 10 बजे की बात। सुबह 10 की? संजा शाम की, रात की 10 बजे? अच्छा अच्छा। फिर क्या हुआ? फिर आप यहाँ ले आई? हमें कोई दिखाई नहीं, तब हम यहाँ पे लेके फोन करा, तब हम सवेरे ले आए। यहाँ मायका है आपका? कौन सा गांव है? नेबरपुर। രാത്രി 10 മണിയോടുകൂടിയാണ് ഈ ക്രൂരത സംഭവിക്കുന്നത്. ആ പെൺകുഞ്ഞിന്റെ സഹോദരൻ, മൂത്ത സഹോദരൻ, അതായത് അവന് 3 വയസ്സ് മാത്രമാണ് പ്രായം, ശിവാൻഷ് എന്നാണ് അവന്റെ പേര്. അവനെയാണ് അയാൾ ആദ്യം ആക്രമിച്ചത്. കട്ടിൽ നിന്ന് ആ കുട്ടിയും 3 വയസ്സുള്ള ശിവാൻഷിനെയും അയാൾ വലിച്ചെറിഞ്ഞു. ശിവാൻഷിനും ആക്രമണത്തിൽ കാര്യമായി പരിക്കേറ്റു. അതിനുശേഷമാണ് 5 മാസം മാത്രം പ്രായമുള്ള മകൾ ദിവ്യാൻഷിക്കെതിരെ അയാൾ തിരിയുന്നത്. കുഞ്ഞിനെ കട്ടിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോയ ശേഷമാണ് ഭിത്തിയിലേക്ക് അയാൾ എറിയുന്നത്. ആ ചുമരിലിടിച്ച് കുഞ്ഞിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തലയിൽ നിന്നും ഒപ്പം ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആ കുഞ്ഞിന്റെ മരണം സംഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. नगला बिहारी गांव का एक व्यक्ति है नारायण राजपूत, जो कल नशे की हालत में अपने घर में पहुंचा था, जिस पर पत्नी ने इसको टोका था। इस विवाद में उसने अपने 2 बच्चों को उसकी गोद से छीना झपटी करने लगा, जिसमें दोनों बच्चों को चोट आई। इसमें दिव्यांशी जो जमीन पर गिर गई थी, उसे ज़्यादा चोट लगी, जिसे सैफी एडमिट कराया गया था। वो 5 माह की थी, वहाँ मृत घोषित कर दी गई है। इस संबंध में सुसंगत धाराओं में पिता के खिलाफ अभियोग पंजीकृत किया जा रहा है। बहुत शीघ्र इसकी ഈ അതിക്രമം സംഭവിച്ചപ്പോൾ മോഹിനി എന്ന അയാളുടെ ഭാര്യ, അല്ലെങ്കിൽ ആ കുട്ടികളുടെ അമ്മ, വല്ലാതെ ബഹളം വെച്ചു. ആ ബഹളം കേട്ടാണ് ഗ്രാമവാസികൾ ഓടിയെത്തുന്നത്. അവർ വീടിന് പുറത്ത് അവർ തടിച്ചുകൂടി. അപ്പോൾ ഈ പ്രതി
അയാൾ ആ സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു, കടന്നു കളഞ്ഞു. അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയാണ് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചത്. 2022 ആദ്യ ഭർത്താവ് സതീഷ് ഒരു ട്രെയിൻ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് 2023 ഈ നാരായണനെയും മോഹിനി വിവാഹം കഴിച്ചത്. ആദ്യ ഭർത്താവായിട്ടുള്ള സതീഷിന്റെ ഇളയ സഹോദരനാണ് ഈ നാരായൺ. മറ്റൊരു സ്ത്രീയുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നാണ് മോഹിനി പറയുന്നത്. അതേ തുടർന്ന് പതിവായി ഇവരെ അയാൾ ഉപദ്രവിച്ചിരുന്നുവെന്ന് മോഹിനി പോലീസിനോട് പറഞ്ഞു. പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും കൂടുതൽ അന്വേഷണം അത് നടത്തുന്നുണ്ടെന്നും പോലീസ് പറയുന്നു. ട്രെയിനിലെ സഹയാത്രികരായ 2 പേരെ, ആശുപത്രിയിൽ കിടക്കയിൽ കിടന്ന ഒരു സ്ത്രീയെ, 24 മണിക്കൂറിനിടെ 3 പേരെ വെടിവെച്ചു കൊന്ന സൈക്കോ കില്ലറെ ഏറ്റുമുട്ടലിൽ വധിച്ച പോലീസ്. ഒരു മുൻ സൈനികനാണ് ഈ പ്രതി, ഈ സൈക്കോ കില്ലർ. 3 കൊലപാതകങ്ങളുടെ നടുക്കത്തിലായിരുന്നു ഉത്തർപ്രദേശിലെ ചണ്ടൌലി ജില്ല. 24 മണിക്കൂറിനിടെ 3 പേരെ വെടിവെച്ചു കൊന്ന വിമുക്ത ഭടൻ. അയാളാണ് ചണ്ടൌലി എന്ന ആ ഗ്രാമത്തെ ഭീതിയിലാക്കിയത്. പ്രയാഗ്രാജിൽ നിന്ന് ചണ്ടൌലിയിലേക്ക് ട്രെയിനിൽ സഞ്ചരിച്ചാണ് ഇയാൾ എത്തിയത്. പഞ്ചാബിലെ അമൃത്സർ സ്വദേശിയാണ് മുൻ സൈനികനായിട്ടുള്ള ഗുർപ്രീത് സിംഗ് എന്ന ആ 46-കാരൻ. അയാളാണ് സൈക്കോ കില്ലർ. ഈ 2 കൊലപാതകങ്ങൾ അത് ട്രെയിനിൽ വെച്ചായിരുന്നു. 3ാമത്തെ കൊലപാതകം ഒരു ആശുപത്രിക്ക് ഉള്ളിൽ കയറി. ആശുപത്രിയിലെ വാർഡിലെത്തി രോഗികളുടെ കിടക്കയിൽ കിടന്നിരുന്ന ഒരു സ്ത്രീയെ അയാൾ നിഷ്കരുണം ക്ലോസ് റേഞ്ചിൽ വെടിവെച്ചു വന്നു. അമിതമായിട്ടുള്ള മദ്യപാനം, ഇതേ തുടർന്ന് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്ന ആളാണ് ഗുർപ്രീത് സിംഗ് എന്നാണ് പറയുന്നത്. ഇയാൾ ഏപ്രിൽ 29-ാം തീയതിയാണ് പഞ്ചാബിൽ നിന്നും വീട് വിട്ടിറങ്ങുന്നത്. ബീഹാറിൽ ഒരു സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ എത്തുന്നത്. പക്ഷേ അവിടെ അയാൾക്ക് ആ ജോലി കിട്ടിയില്ല. അങ്ങനെ ഈ പ്രതി പിന്നീട് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്ക് ഒരു ട്രെയിനിൽ യാത്ര തിരിച്ചു. ഉത്തർപ്രദേശിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പ്രതി അവിടെ നിന്ന് താരിഘട്ടിലേക്കുള്ള ഒരു പാസഞ്ചർ ട്രെയിനിൽ കയറി. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ആദ്യ കൊലപാതകം. യാത്രക്കിടെ ഇയാളുടെ സഹയാത്രികനായിരുന്ന ഗാസിപൂർ സ്വദേശി മംഗ്രു എന്ന 34 വയസ്സുകാരനാണ് ആദ്യമായി ഇയാളുടെ ഈ വാക്കേറ്റത്തിനിടെ ഒടുവിലുണ്ടായ സംഘർഷത്തിൽ ഈ തോക്കുകൊണ്ടുള്ള വെടിയേറ്റ് മരിക്കുന്നത്. കയ്യിൽ കരുതിയിരുന്നു ഇയാൾ ഈ തോക്ക്. ആ മൃതദേഹം ട്രെയിനിൽ നിന്ന് നേരെ പുറത്തേക്ക് തള്ളിയിട്ടു. ഈ ട്രെയിനിനുള്ളിൽ വെടിയൊച്ച കേട്ട് മറ്റ് യാത്രക്കാർ ഓടിക്കൂടിയെങ്കിലും ട്രെയിനിന് അധികം വേഗതയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വേഗം കുറഞ്ഞ സമയം നോക്കി തന്നെ പ്രതി ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു. അങ്ങനെ ആദ്യ കൊലപാതകത്തിൽ നിന്ന് തന്ത്രപൂർവ്വം ഇയാൾ രക്ഷപ്പെടുന്നു. ആദ്യ കൊലപാതകത്തിന് ശേഷം ആ പ്രതി പിന്നീട് കൊൽക്കത്ത ജമ്മു താവി എക്സ്പ്രസിലാണ് കയറിയത്. ഈ ട്രെയിനിൽ S2 കോച്ചിൽ യാത്ര ചെയ്തിരുന്ന ദിനേശ, അദ്ദേഹമായിരുന്നു അടുത്ത ഇര. 42 വയസ്സാണ്. അയാളെയും വെടിവെച്ചു. ഇവരെല്ലാം അപരിചിതരാണ് ഇയാൾക്ക്. ട്രെയിനിലെ ടോയ്ലറ്റിന് സമീപത്ത് വെച്ചാണ് ഈ ദിനേശ എന്ന ഈ 42-കാരനെ വെടിയേൽക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്.
ഈ രണ്ടാമത്തെ കൊലപാതകത്തിന് ശേഷവും പ്രതി പോലീസിന് പിടികൊടുക്കാതെ കടന്നു. അതിനുശേഷമാണ് ചന്ദൌലിയിലെ ഈ സ്വകാര്യ ആശുപത്രിയിലെത്തി ഇയാൾ വീരേന്ദ്ര എന്നുള്ള വ്യാജ പേരിൽ OP ടിക്കറ്റ് എടുത്ത് ഒരു ഡോക്ടറൊക്കെ കാണുന്നത്. അതിനുശേഷമാണ് മുഗൾ നിലയിലെ വാർഡിലേക്ക് കയറി ചെന്ന് അവിടെ വാർഡിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ലക്ഷ്മീണ എന്ന 55-കാരിയെ വെടിവെച്ചു കൊന്നത്. പോയിന്റ് ബ്ലാങ്കിൽ സ്ത്രീക്ക് നേരെ വെടിയുതിർത്ത ശേഷം ആശുപത്രിയിൽ നിന്നും ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആളുകൾ വല്ലാതെ ഭീതിയിലായിരുന്നു. പലതവണ ഇയാൾ ആകാശത്തേക്ക് വെടിയുതിർത്തു. ഈ സമയം ഒരു ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ ആശുപത്രിയുടെ കോമ്പൗണ്ടിലുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇയാളെ കീഴ്പ്പെടുത്തി പോലീസിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ പ്രതി പോലീസിന്റെ പിടിയിലായി. പിന്നീട് തെളിവെടുപ്പിനായി കുശ്മാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് പോലീസിന്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിയെടുത്ത് അയാൾ പോലീസുകാർക്ക് നേരെ തന്നെ വെടിയുതിർക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് പോലീസ് തിരികെ വെടിവെച്ചത്. ഒരു എൻകൗണ്ടർ വന്നത്. നെഞ്ചിലും വയറിലും ഇയാൾക്ക് വെടിയേറ്റു. പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിൽ പോലും പക്ഷേ മരണം സംഭവിച്ചു. इस पूरी पूछताछ के बाद जो घटनाक्रम हुआ था उसमें GRP की टीम और थाने की टीम साथ ही SOG संयुक्त टीम के द्वारा जो घटनास्थल का रिक्रिएशन था उसके लिए इसको ले जाया गया था, जहां पे पहले मुगल सराय स्टेशन पर इसको ले जाया गया. वहां पर इसने बताया कि कहां पे रुका था, किस प्रकार से क्या क्या चीज़ इसने करी. इसके बाद जो पहली घटना हुई थी कुशवन रेलवे स्टेशन के पास, वहां पर इसको जब ले जाया गया तो इसके द्वारा पुलिस टीम की पिस्टल छीन करके फायरिंग करते हुए वहां से भाग गया. तत्काल वहां पे अतिरिक्त पुलिस बल को बुलाया गया और कॉम्बिंग की गई. घेराबंदी के दौरान इसके द्वारा पुनः पुलिस टीम पर फायरिंग की गई, जिसमें 2 पुलिसकर्मी भी घायल हुए हैं. जवाबी फायरिंग में इसको 2 गोली लगी हैं, जिसके बाद इसको उपचार के हेतु CHC भिजवाया गया था. वहां से इसको जिला अस्पताल रेफर किया गया. जिला अस्पताल में लाने पर इसको यहाँ पर मृत घोषित कर दिया गया है. ഇയാൾ നടത്തിയ വെടിവെപ്പിൽ 2 പോലീസുകാർക്കും പരിക്കേറ്റു. അവരുടെ കയ്യിലാണ് പരിക്കേറ്റത്. ഒരു സബ് ഇൻസ്പെക്ടർക്കും ഒരു കോൺസ്റ്റബിളിനുമാണ് വെടിയേറ്റത്. അവരുടെ പരിക്ക് ഗുരുതരമല്ല. ഇയാൾ സൈനികനായിരുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചു. 2021 സൈന്യത്തിൽ നിന്നും പിരിഞ്ഞത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്ന ഇയാൾ 3 കൊലപാതകങ്ങളും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അതേസമയം കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ല എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. കാരണം ഈ 3 പേരും ഇയാൾക്ക് യാതൊരുവിധ പരിചയമുള്ള ആളുകളുമല്ല. എന്താണെങ്കിലും ആ 3 കൊലപാതകങ്ങൾ 24 മണിക്കൂറിനിടെ നടത്തിയ സൈക്കോ കില്ലറെ പോലീസ് തന്നെ വകവരുത്തി. ട്വന്റി മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച് മദ്രസ പുരോഹിതന്റെ മകൻ പ്രതിക്ക് അന്വേഷണം ഊർജിതം. രാജസ്ഥാനിലെ ഭിവാഡി ജില്ലയിലെ ഒരു മദ്രസയിലാണ് ആ പീഡനം നടന്നത്. 12 വയസ്സുള്ള പെൺകുട്ടിയെ ആ മദ്രസയിലെ പുരോഹിതന്റെ മകൻ ബലാത്സംഗം ചെയ്തു. ചോപ്പാങ്കി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റെഗ്വാഡ ഗ്രാമത്തിലുള്ള മദ്രസയാണ്. ഒരു റെസിഡൻഷ്യൽ വിദ്യാർത്ഥി എന്ന മട്ടിലാണ് അവിടെ ആ ഉത്തർപ്രദേശ് സ്വദേശിനിയായിട്ടുള്ള ആ പെൺകുട്ടി താമസിച്ചിരുന്നത്. ഈ മാസം മെയ് 2-ാം തീയതി, മെയ് 7-ാം തീയതി ഈ 2 തീയതികളിലായിരുന്നു പീഡനം. അവൾ എതിർത്തു അയാളുടെ പീഡന ശ്രമത്തെ. പക്ഷേ അപ്പോൾ ആ പ്രതി അവളെ ഭീഷണിപ്പെടുത്തി പീഡനം തുടർന്നുവെന്നാണ് പോലീസിനോട് അവൾ മൊഴി നൽകിയത്. ये मामला ऐसा है, एक पीड़िता है, करीब उम्र से 12 साल है उसकी, नाबालिग है. उसने रिपोर्ट दर्ज कराई थी कि 2 मई को और 7 मई को उसके साथ एक मदरसा है अपने चौपांगी थाना क्षेत्र में ग्वालदा गाँव में. उसमें उसके साथ कुछ गलत काम हुआ है, तो उसने थाने बुला के रिपोर्ट दर्ज कराई. उसकी रिपोर्ट हमने ली है लिखित में, उसकी FIR दर्ज की है. बाकी वो कह रही है कि मदरसे में कोई मौलवी है, मौलवी ने या उसके बेटे ने, वो कंफर्म नहीं है. उसके खिलाफ वो अपने बयान दे रही है.
तो उसने उसके साथ गलत काम करना बताया है। बाकी मामले की जांच हम पूरी तहकीकात कर रहे हैं। उसका मेडिकल भी कराया है पीड़िता का आज, बाकी उसके बयान भी लिए हैं, आगे की जांच जारी है। तो आरोपी के रूप में मौलवी को बताया या मौलवी के बेटे को बताया गया है? मौलवी के बेटे को FIR में उसने बताया है, अपनी रिपोर्ट में उसने मौलवी के बेटे का नाम लिया है। പഠനത്തിന് വേണ്ടിയാണ് ഒരു നിർധന കുടുംബത്തിലെ അംഗമായിട്ടുള്ള പെൺകുട്ടി ഈ മദ്രസയിലേക്ക് എത്തുന്നത്. ഇതിനുള്ള പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയൊക്കെ ചൊവ്വാഴ്ച നടത്തി. ആ പ്രതി ഒളിവിലാണ്. ആ മദ്രസയിൽ താമസിച്ച് പഠിച്ചു വരികയായിരുന്നു അവൾ. അപ്പോഴാണ് ആ പുരോഹിതന്റെ മകൻ ഇത്തരത്തിൽ ക്രൂരത കാട്ടുന്നത്. ഇയാളെ പിടികൂടാനുള്ള തെരച്ചിൽ ആരംഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറയുന്നു. ഇതാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമം പോക്സോ അതുൾപ്പെടെയുള്ള ചുമത്തിയാണ് ഈ പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ട്വന്റി ടവറിന്റെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20-ാം മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.